ഇന്ന് പൊതുവായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നാൽ കൂടുതൽ പുസ്തകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇന്ന് ആവശ്യമുണ്ട്. പിന്നാലെ ഓരോരോ കാവ്യങ്ങൾ, അതിൻ്റെ പിന്നാലെ നമുക്ക് സമയം ഉള്ളതനുസരിച്ച് 5 കാവ്യങ്ങളാണല്ലോ, ഓരോരോ കാവ്യങ്ങൾ പിന്നാലെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഈ 5 കാവ്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകം എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠനം ആരംഭിക്കാം. നാം ഈ പുസ്തകം പഠിക്കുന്നത് കേവലം സാങ്കേതികമായ ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ ഡേറ്റും തീയതിയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീക പാഠങ്ങൾ നാം ഗ്രഹിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് സഹായകരമായി തീരുകയും ചെയ്യണം. അതാണ് നാം ഈ പുസ്തകങ്ങൾ പഠിക്കുന്നതിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാം ഇത് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ആത്മീകമായ സത്യങ്ങളും കൂടെ ആ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതൊരാവശ്യമാണ്. അത് സാവകാശം പോലെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുക. ഈ പുസ്തകത്തിലെ പ്രതിപാദന വിഷയത്തിൽ 3 പ്രധാന സത്യങ്ങൾ നാം ഗ്രഹിക്കുവാൻ ആവശ്യമുള്ളത് ഇന്ന് ആദ്യം പറയണം എന്ന് വിചാരിക്കുന്നു. 3 important truths that we learn from this book. ഈ പുസ്തകത്തിൽ നിന്ന് അനേക ആത്മീയ സത്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഓവറോൾ പൊതുവിൽ നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട സത്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവജനം തന്നെ വിട്ട് മറ്റുള്ളവയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. God's heart is grieved much when the people of God depart from Him and depend on other things. ദൈവജനം തന്നെ വിട്ട് മറ്റുള്ളവയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. സ്വന്തം ജനത്തെ ശിക്ഷിക്കുന്നത് ദൈവത്തിന് ഒട്ടും സന്തോഷകരമായൊരു കാര്യമല്ല എന്ന് വരികിലും അവരെ മടക്കി വരുത്താൻ ശിക്ഷ ആവശ്യമായതുകൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ദൈവഹൃദയത്തിൻ്റെ ദുഃഖം, ദൈവജനം തന്നെ വിട്ടു പോകുമ്പോൾ തൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന വലിയ ദുഃഖം, അത് ഈ പുസ്തകത്തിലെ ഒരു പ്രധാന വിഷയമാണ്. ആ ദുഃഖനിമിത്തമാണ് ഇത്ര വലിയ ശിക്ഷ ദൈവം തൻ്റെ ജനത്തിന് നൽകിയത്. എന്തിനാ ഇത്ര വലിയ ശിക്ഷ നൽകിയത്? കേവലം കോപത്തിൽ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അവര് മടങ്ങി വരുവാൻ ആ ശിക്ഷ ആവശ്യമാണ്. ഞാൻ പുറകാലെ പറയാൻ പോകുന്ന ഒരു കാര്യം ഇടയ്ക്ക് കാര്യമെന്ന് പറയുകയാണ്. ഈ പ്രവാസകാലം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയാം? 70 വർഷം പ്രവാസത്തിൽ പോയത് കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഗുണം, ഇസ്രയേലിന്റെ വിഗ്രഹാരാധന അതോടെ അവസാനിച്ചു. പ്രവാസം കഴിഞ്ഞ് ഇസ്രയേൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടില്ല. അതൊരു ചെറിയ കാര്യമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഏക സത്യദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ആളുകളാണ് യഹൂദന്മാർ. വിഗ്രഹാരാധന എന്നൊരു കാര്യം യഹൂദന്മാരുടെ ഇടയിലില്ല. എന്തുകൊണ്ടില്ല? എപ്പോഴാണ് അതില്ലാതെ പോയത്? വിഗ്രഹാരാധന കാരണമാണല്ലോ അവരെ പ്രവാസത്തിലേക്ക് വിട്ടത്. എന്നാൽ പ്രവാസകാലം കഴിഞ്ഞ് മടങ്ങി വന്നതോടുകൂടെ അന്യ ദൈവങ്ങളിലേക്ക് തിരിയുക എന്നുള്ള കാര്യം അവസാനിച്ചു. വിഗ്രഹസേവ എന്നുള്ളത് അവസാനിച്ചു. പ്രവാസം കൊണ്ട് ലഭിച്ച ഏറ്റവും വലിയൊരു നേട്ടമാണത്. അപ്പോൾ ശിക്ഷ വെറുതെ ആയില്ല. കഠിനമായ ശിക്ഷയാണ് നൽകിയത്. അതിൻ്റെ വിശദവിവരങ്ങൾ നമ്മൾ ഇന്ന് ശിക്ഷയുടെ വിശദവിവരങ്ങൾ നോക്കാൻ പോവുകയാണ്. ഭയങ്കരമായ ശിക്ഷയാണ് നൽകിയത്. പക്ഷേ ആ ശിക്ഷ ഗുണം ചെയ്തു. ചെറിയ ഗുണമല്ല, വലിയൊരു ഗുണം ചെയ്തു. എന്താണ്? ഇസ്രായേലിന്റെ വിഗ്രഹാരാധന അവസാനിച്ചു. അവർ തിരിച്ചു വന്ന ശേഷം പൊതുവിൽ പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തി ജീവനുള്ള സത്യദൈവത്തിലേക്ക് അവര് തിരിഞ്ഞ ഒരു സമൂഹമായി അവര് തീർന്നു. അപ്പോൾ നാം ആദ്യം പറഞ്ഞത് ദൈവഹൃദയത്തിന്റെ ദുഃഖം. തൻ്റെ ജനം തന്നിൽ നിന്ന് മാറി മറ്റുള്ളവയിൽ ശരണപ്പെടുമ്പോൾ, മറ്റുള്ളവയെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വളരെ ദുഃഖിക്കുന്നു. തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അവരെ ശിക്ഷിക്കുന്നു. മടക്കിക്കൊണ്ടുവരാൻ ശിക്ഷ ആവശ്യമാണ്, അല്ലെങ്കിൽ അവർ മടങ്ങി വരികയില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ പ്രസക്തമായൊരു സത്യമാണ്. ദൈവമക്കളായ നാം തെറ്റ് ചെയ്യുമ്പോൾ
ദൈവ വഴി വിട്ട് പോകുമ്പോൾ, ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റു വിഗ്രഹങ്ങൾക്ക്, വസ്തുക്കൾക്ക്, ധനത്തിന്, മറ്റു കാര്യങ്ങൾക്ക് നൽകുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം വളരെ വേദനിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ദൈവത്തെ നാം സകലത്തിനും സകലവുമായി കാണണം. നാം എന്നും അവനിൽ ആശ്രയിക്കണം, അവനെ വിശ്വസിക്കണം, അവന്റെ വഴികൾ നടക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോൾ, അത് നമ്മുടെ കുടുംബജീവിതത്തിലായാലും സഭയിലായാലും വ്യക്തി ജീവിതത്തിലായാലും, അത് ദൈവഹൃദയത്തിന് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കാറുണ്ടോ? ഞാൻ ശരിയായി ജീവിച്ചില്ലെങ്കിൽ അത് ദൈവം എന്നെ ശിക്ഷിക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ എന്തിനാ ശിക്ഷിക്കുന്നത്? ഞാൻ മടങ്ങി വരാനായിട്ട്. അത് ദൈവഹൃദയത്തിന് ദുഃഖമുളവാക്കുന്ന ഒരു വസ്തുതയാണ്. ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കുന്നത് സന്തോഷത്തോടെയല്ല. നമുക്ക് ചില വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദൈവം തൻ്റെ ജനത്തെ സ്വന്തമായിട്ടാണ് കണക്കാക്കുന്നത്. ആ സ്വന്തമായതിനെ ശിക്ഷിക്കുന്ന ഒരിക്കലും സന്തോഷമുള്ളൊരു കാര്യമല്ല. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. തൻ്റെ ജനത്തോട് ദൈവത്തിനുള്ള മനോഭാവം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് വായിക്കുന്നത്. ദൈവം അവരെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവരെ സൂക്ഷിച്ചു. അത് വിശദീകരിക്കണ്ടല്ലോ. എന്തുമാത്രം സ്നേഹമാണ് ദൈവത്തിന് തന്റെ ജനത്തോടുള്ളത്. കൺമണി പോലെ അവരെ സൂക്ഷിച്ചു. എന്ന് താഴെ പറയുന്നതും, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കും ഇതേ പറക്കും പോലെ താൻ ചിറക് വിരിച്ചവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ നടത്തിയത് അന്യദൈവമല്ല, വേറെ ആരുമല്ല ഇസ്രായേലിനെ സഹായിച്ചത്. ദൈവം, സത്യദൈവം അവനെ നടത്തി, ചിറകിൽ വഹിച്ചു, ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. അപ്പൊ ദൈവം തന്റെ ജനത്തെ കാണുന്നത് അങ്ങനെയാണ്. അങ്ങനെ കൺമണി പോലെ സൂക്ഷിച്ച് കൊണ്ടു നടന്ന ആ ജനം ദൈവത്തിന്റെ വഴി വിട്ടു പോകുമ്പോൾ, അന്യ ദൈവങ്ങളുടെ പിന്നാലെ, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, അത് ദൈവഹൃദയത്തിന് ദുഃഖമാണ് എന്നുള്ളത് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദുഃഖനിമിത്തം അവരെ മടക്കിക്കൊണ്ടുവരുവാനാണ് ദൈവം ഈ വലിയ ശിക്ഷ അവർക്ക് നൽകിയത്. വായിക്കാതെ തന്നെ ചില വാക്യങ്ങൾ, എല്ലാ വാക്യവും വായിക്കാൻ നമുക്ക് സമയം കിട്ടുകയില്ല. നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യെശയ്യാ പ്രവചനം 63-ന്റെ 9-ാമത്തെ വാക്യം. ഐസയ്യാ 63:9. ദൈവം തന്റെ ജനത്തെ എങ്ങനെയാണ് കരുതുന്നത് എന്ന് കാണിക്കുന്ന ഒരു വാക്യമാണ്. 119-ാം സങ്കീർത്തനത്തിന്റെ 71-ാം വാക്യം. Psalm 119:71. 119-ന്റെ 71-ാമത്തെ വാക്യം. ഇനി നമുക്ക് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു സത്യത്തിലേക്ക് പോകാം. അതായത് ഈ പുസ്തകത്തിൽ നാം പഠിക്കുന്ന ഏറ്റവും വലിയൊരു സത്യം, പാപത്തിന് ഗുരുതരമായ അനന്തരഫലങ്ങളുണ്ട്. Sin has dangerous and evil consequences. ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണെന്ന് പറഞ്ഞാലും അത് ശരിയായിരിക്കും. പാപത്തിന് ഗൗരവതരമായ അനന്തരഫലങ്ങളുണ്ട്. ദൈവത്തെ സംബന്ധിച്ച് പാപം ചെറിയ കാര്യമല്ല. നമ്മെ സംബന്ധിച്ച് പലപ്പോഴും പല പാപങ്ങളും ചെറുതായിട്ടാണ് നമ്മൾ അത് സാരമില്ല, ചെറിയൊരു കാര്യമല്ലേ എന്നാണ്. ദൈവത്തിന് അങ്ങനെ വിചാരിക്കാൻ ഒക്കെയില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒക്കാത്തതെന്നറിയാമോ? ദൈവം പരിശുദ്ധനാണ്. തൻ്റെ ആളത്വത്തിൽ തന്നെ ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് ഒരു അശുദ്ധിയും ചെറുതാണെന്നോ സാരമില്ലെന്നോ വെക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. നാം ലഘുവായിട്ട് കണക്കാക്കുന്ന പാപങ്ങൾ കാണും. എന്നാൽ അതുപോലും ദൈവത്തിന് പാപമാണെങ്കിൽ അത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പാപമല്ല, മാനുഷികമായ ചില ബലഹീനതകൾ, ചില കുറവുകൾ, ചില അബദ്ധങ്ങളൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് വന്നു പോകാം. നമുക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. അതത്ര ഗൗരവമായിട്ട് എടുക്കണ്ട, അതത്ര വലിയ സാരമുള്ള കാര്യമല്ല. എന്നാൽ പാപം സംഭവിച്ച, അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കെതിരായോ ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരായോ എന്തെങ്കിലും കാര്യം നാം ചെയ്താൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അത് വളരെ ഗുരുതരമായിട്ട് നാം എടുക്കണം. മിസ്റ്റേക്സ്, ചാബല്യങ്ങൾ, കുറവുകൾ മനുഷ്യ ജീവിതത്തിൽ വരാം.
അതത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പാപമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് വന്നാൽ അത് വളരെ ഗൗരവമായിട്ട് നാം എടുക്കണം. കാരണം പാപത്തെ ചെറുതായിട്ട് കാണുവാൻ ദൈവത്തിന് കഴിയില്ല. ദൈവത്തിന് പാപം ചെറിയ കാര്യമല്ല എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. കുറെ നാള് പാപം ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും. എന്നാൽ തക്ക സമയത്ത് ദൈവം അതിന് തക്ക അനന്തരഫലം അല്ലെങ്കിൽ ശിക്ഷ തന്ന് കൈകാര്യം ചെയ്യുമെന്നുള്ളത് നാം ഓർത്തിരിക്കണം. അപ്പോൾ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയൊരു പാഠമാണ് പാപം ദൈവത്തിന് ഗൗരവമേറിയ കാര്യമാണ്. പാപത്തിന് ഗുരുതരമായ അനന്തരഫലങ്ങളുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-10 വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. താൻ സ്നേഹിക്കുന്ന ഏത് മകനെയും കർത്താവ് ശിക്ഷിക്കുന്നു. പാപത്തെ ശിക്ഷിക്കുന്നവനാണ് വേദപുസ്തകത്തിലെ ദൈവം. നമുക്കറിയാം, പാപത്തെ സഹിക്കുന്ന ഒരു ദൈവം ഒരു നല്ല ദൈവമാണ്. God who tolerates evil is not a good God. നമ്മുടെ ദൈവം പാപത്തെയൊക്കെ ഇങ്ങനെ സഹിച്ച് പോവുക, സാരമില്ലെന്ന് പറഞ്ഞു പോവുക, അത് നല്ല ദൈവമാണോ? അത് നല്ല സ്വഭാവമാണോ? അത് പാപത്തെ സാരമില്ല എന്ന് പറയുന്നത് നല്ലതാണോ? ഒരിക്കലുമല്ല. ദൈവം പാപത്തെ സഹിക്കുന്നവനല്ല. പാപത്തിന് ഗുരുതരമായ അനന്തരഫലങ്ങൾ ദൈവം വരുത്തും. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 27-ഉം 33-ഉം നമുക്ക് ഒന്ന് വായിക്കാം. Leviticus 26 verse 27 and 33. 26-ന്റെ 27-ാം വാക്യം ആദ്യം വായിക്കാം. ഇനി അതിന്റെ 33-ാമത്തെ വാക്യം നോക്കിയേ. ലേവ്യ പുസ്തകം 26-ന്റെ 33. അവിടെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാൻ ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. പിന്നെ താഴെ നമ്മൾ വായിച്ചത്, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും എന്ന് പറഞ്ഞാൽ, പാപം അനുവദിച്ചാൽ, നിങ്ങൾ പാപം ചെയ്താൽ അത് ഞാൻ ഗൗരവമായിട്ടെടുക്കും. അതിന് 28-ാം വാക്യത്തിലുണ്ട്, ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. അടുത്ത വാക്യം നോക്കിയാൽ 29, നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും, നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും. ഇത് പറഞ്ഞാൽ പാപത്തിന് വളരെ ഗൗരവതരമായ തിരിച്ചടി ഉണ്ടാകും. ഈ പുസ്തകം, എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകം പോലെ ഈ സത്യം ഇത്ര ഗൗരവമായിട്ട് പഠിപ്പിക്കുന്നവർ ഒരു പുസ്തകവുമില്ല. പാപത്തിന് തിരിച്ചടിയുണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്, ദൈവം പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നുവെന്ന് ഉള്ള സത്യം വിലാപങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്ന പോലെ വേറെ ഒരു പുസ്തകവും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. ഒരു കാര്യം കൂടെ ഈ പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പാപത്തിനുള്ള ശിക്ഷ ലഭിക്കുമ്പോൾ ശരിയായി പ്രതികരിക്കാൻ നാം പഠിക്കണം. ദൈവം പാപത്തെ കൈകാര്യം ചെയ്ത് പാപത്തിന് ഉള്ള ശിക്ഷ ദൈവം നൽകുമ്പോൾ ആ ശിക്ഷയുടെ വേദനയുടെ നടുവിലും അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാൻ നമുക്ക് അവസരമുണ്ട് എന്നുള്ള സത്യം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. പാപം ചെയ്താൽ ശിക്ഷിക്കുമെന്ന് നമ്മൾ കേട്ടു. അടുത്തത്, അങ്ങനെ ദൈവം ശിക്ഷിക്കുമ്പോൾ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള സ്കോപ്പ്, അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നോക്കിയേ. 5-ന്റെ 21-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം തന്നെ 5-ന്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. അപ്പോൾ പാപത്തിന് ദൈവം ശിക്ഷിച്ചാൽ ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത എപ്പോഴും തുറന്നു കിടക്കുകയാണ്. There is always a way back to God. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനായിട്ട് ഒരു മാർഗം ഉണ്ട്. ഈ വിലാപങ്ങളുടെ പുസ്തകം യഹൂദന്മാർ വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ പുസ്തകം വായിച്ചാൽ അതിൻ്റെ ഒടുവിലത്തെ വാചകം എന്താ?
അല്ല നീ ഞങ്ങളെ അശേഷം തുയിച്ചു കളഞ്ഞിരിക്കുന്നുവോ, ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ. ദൈവം ത്യജിച്ചു, ദൈവം കോപിച്ചു എന്ന് പറഞ്ഞാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ യഹൂദന്മാർ ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ 22-ാം വാക്യം വായിച്ചിട്ട് പിന്നെയും 21-ാം വാക്യം വായിക്കും. അപ്പൊ യഹൂദന്മാരുടെ കണക്കിൽ വിലാപങ്ങളുടെ പുസ്തകം അവസാനിക്കുന്ന ഏത് വാക്യത്തോടു കൂടിയാണെന്ന് അറിയാമോ? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ദൈവം ഞങ്ങളെ ത്യജിച്ചു, ദൈവം ഞങ്ങളോട് കോപിച്ചു എന്നുള്ള വാക്യത്തോടുകൂടെ വിലാപങ്ങളുടെ പുസ്തകം അവർ വായിച്ചു നിർത്തുകയില്ല. അവരുടെ പുസ്തകത്തിൽ ഇതുണ്ട്. പക്ഷേ ഇത് വായിച്ചിട്ട് അവർ പിന്നെ 21-ാം വാക്യം വായിക്കും. അപ്പൊ അവരുടെ വിലാപങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ വാചകം എന്ന് പറയുന്നത് ഞങ്ങൾ മടങ്ങി വരണം, ഞങ്ങൾക്കൊരു നല്ല കാലം വരുത്തണം. അത് നമ്മെ ഓർപ്പിക്കുന്ന സത്യം, ദൈവം പാപത്തെ ശിക്ഷിച്ചാലും അവങ്കിലേക്ക് മടങ്ങി വരാനുള്ള വലിയൊരു സാധ്യത ഉണ്ട്. നമ്മുടെ ജീവിതത്തിലും അത് ശരിയാണ്. ഈ പറയുന്ന എല്ലാ കാര്യവും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ശരിയായിരിക്കുന്ന പോലെ നമ്മോടുള്ള ബന്ധത്തിലും ശരിയാണ്. നാം ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോയാൽ, ദൈവം അതിന് നമ്മെ ശിക്ഷിച്ചാൽ, ശാസിച്ചാൽ ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഏത് മനുഷ്യനുമുണ്ട്. അനുദപിച്ച് ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുന്നവനായൊരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. ഞാൻ പറഞ്ഞ പോലെ വേറെയും ഒത്തിരി സത്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്നാൽ 3 പ്രധാന സത്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് ഒന്ന് പെറുക്കിയെടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്ന്, പാപത്തോട് ദൈവഹൃദയത്തിന്റെ ദുഃഖം. 2, പാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണം, അതായത് അനന്തരഫലം, ഗൗരവമായ പ്രതികരണം. 3, അങ്ങനെ ദൈവം പ്രതികരണം കാണിക്കുമ്പോൾ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത ദൈവം തുറന്നിട്ടിരിക്കുന്നു. ഈ 3 കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വളരെ പ്രധാനമായിട്ട് മുഴച്ചു നിൽക്കുന്ന 3 പ്രധാന സത്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തോട് ബന്ധത്തിലും ഈ സത്യങ്ങൾ വളരെ പ്രസക്തമാണ്. ആട്ടെ, ഈ പുസ്തകത്തിൽ ദൈവത്തിന്റെ ശിക്ഷയാണല്ലോ പ്രധാന കാര്യം. അതോർത്താണല്ലോ യെരമ്യാ വിലപിക്കുന്നത്. ദൈവം ഭയങ്കരമായവരെ ശിക്ഷിച്ചു, അതോർത്താണല്ലോ വിലപിക്കുന്നത്. അതുകൊണ്ട് ഇനി ദൈവം ശിക്ഷിച്ചതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ദൈവം ശിക്ഷിച്ചതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. 1, ദൈവം ശിക്ഷിക്കുന്നതിന് മുൻപ് ധാരാളം സമയം കൊടുത്തു. ദൈവം ശിക്ഷിക്കുന്നതിന് മുൻപ് ധാരാളം സമയം നൽകുന്നവനാണ്. പൊടുന്നനവെ കോപം കയറി ശിക്ഷിക്കല്ല. ഈ പുസ്തകത്തിലും വേദപുസ്തകത്തില് അനേക ഇടങ്ങളിലും അത് ആവർത്തിച്ചെഴുതിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തിന്റെ തെളിവായിട്ടാണ്? ദൈവം ശിക്ഷിക്കുന്നതിന് മുൻപ് സമയം കൊടുക്കുന്നു, അനുദപിക്കുവാൻ അവസരം കൊടുക്കുന്നു. യെരമ്യാ പ്രവചനം 25-ാം അധ്യായം, യെരമ്യാ പ്രവചനം 25-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം. Jeremiah 25 and verse 3, 3-ാമത്തെ വാക്യം. ഞാൻ 23 സംവത്സരം നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. ഇവിടെ 23 സംവത്സരം എന്ന് ഒരു പ്രത്യേക കാലഘട്ടത്തെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുക. എന്നാൽ യെരമ്യാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് 627 BC മുതൽ 582 BC വരെയാണ്. 627 BC to 582 BC. 627 മുതൽ 582, 40-ൽ ചില്ലുവാനും വർഷങ്ങളാണ് യെരമ്യാവിന്റെ ആകെയുള്ള ശുശ്രൂഷാകാലം. 40-ൽ ചില്ലുവാനും വർഷങ്ങൾ. ഇവിടെ അതിൽ നിന്ന് 23 വർഷത്തെ കാര്യം യെരമ്യാവ് പ്രത്യേകം എടുത്തു പറയാണ്. 23 വർഷം നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. അനുദപിക്കാൻ 23 വർഷം പോരെ? അനുസരിക്കാൻ 23 വർഷം പോരെ? അയ്യോ, ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അനുസരിക്കാൻ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 23 സംവത്സരം. നമ്മളെ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഗുണങ്ങളിലൊന്ന് അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ഗോഡ് ഈസ് ലോങ് സഫറിങ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ഈ എബ്രായ ഭാഷ ഒരു പിക്ചറസ്ക് ലാംഗ്വേജാണ്. അതായത് ചിത്രത്തിന്റെ രൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഷയാണ് എബ്രായ ഭാഷ. അപ്പൊ ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ദൈവത്തിന് നീണ്ട മൂക്കുണ്ടെന്നാണ്. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ മലയാളത്തിൽ ഒരു ദേഷ്യവും മൂക്കുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ? എന്താ പറയുന്നത്? ദേഷ്യം അവന്റെ മൂക്കിന്റെ അറ്റത്തായിരിക്കുന്നു അല്ലേ?
അപ്പോ ദൈവത്തിന്റെ മൂക്കിന്റെ അറ്റത്താണ് ദേഷ്യം ഇരിക്കുന്നതെന്ന് വന്നാലും ദൈവത്തിന്റെ മൂക്കിന് ഭയങ്കര നീളമാണ്. അതാണ് ദീർഘക്ഷമ എന്ന് പറയാം. നാം ഒരു കാര്യം ഓർക്കണം, ദൈവം ദീർഘക്ഷമയുള്ളവരാണ്, പക്ഷെ ദൈവം നിത്യക്ഷമയുള്ളവനല്ല. ഗോഡ് ഈസ് ലോങ് സഫറിങ്, ബട്ട് ഹി ഈസ് നോട്ട് എവർ സഫറിങ്. എന്ന് സഹിക്കുന്നവനല്ല ദൈവം, ദീർഘമായി സഹിക്കും. അപ്പോ ദൈവം സമയം കൊടുക്കുന്നു. ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. 2 ദിനവൃത്താന്തം 36-15 മുതൽ 17 വരെ ഒന്ന് വായിക്കാം. 2 Chronicles chapter 36 15 to 17. 36-15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം. സഹതാപം തോന്നിയിട്ട് ജാഗ്രതയോടെ ഓവർ ആൻഡ് ഓവർ അഗൈൻ, വീണ്ടും വീണ്ടും തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. വായിച്ചാല് അടുത്ത വാചകം കൂടെ വായിച്ചു. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അത്രയും മതി. അതിന് താഴെ ആ കൽദയ രാജാവ് വന്ന് ചെയ്ത ക്രൂരമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ കുറ്റം പറയാൻ ഒക്കുമോ? ദൈവം ന്യായമായിട്ടല്ല ചെയ്തത്. ദൈവം ഭയങ്കര കോപിഷ്ഠനാണ്. ദൈവത്തിന്റെ ചൂടിൽ ദൈവം ഭയങ്കരമായിട്ട് അവരെ ശിക്ഷിച്ചെന്ന് പറയാനൊക്കുമോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? തന്റെ ജനത്തോട് ദൈവത്തിന് സഹതാപം തോന്നിയിട്ട് തന്റെ ദൂതന്മാരെ ജാഗ്രതയോടെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവരുടെ അടുക്കൽ അയച്ചു. ദൈവം അനുതപിക്കുവാൻ സമയം കൊടുക്കുന്നവനാണ്. യെരമ്യാ പ്രവചനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 7-ാം അധ്യായം, ജെറമയ ചാപ്റ്റർ 7, അതിന്റെ 23 മുതൽ 26 വരെ ഒന്ന് വായിക്കാം. യെരമ്യ 7 23 മുതൽ 26 വരെ. ജെറമയ 7 23 to 26. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചത്. 24-ാം വാക്യം പറയുന്നത്, എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. താഴോട്ട് വായിച്ചാൽ നല്ലതാണ്, എന്നാൽ സമയം ലാഭിക്കാനായിട്ട് നമ്മൾ അത് മുഴുവൻ ഇപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് വേണ്ട ഉപദേശമാണ് ഞാൻ തന്നത്, പക്ഷേ നിങ്ങളത് അനുസരിച്ചില്ല, നിങ്ങളത് ശ്രദ്ധിച്ചില്ല. യെരമ്യാ 25-ലേക്ക് ഒന്ന് വരിക. യെരമ്യാ 25, ജെറമയ ചാപ്റ്റർ 25, 25-ാം അധ്യായം, അതിൻ്റെ 4 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യെരമ്യാ 25-ന്റെ 4 മുതൽ ഒന്ന് വായിച്ചാലേ. ഇടവിടാതെ അയച്ചു, എന്നിട്ടും കേട്ടില്ല. നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം തന്ന ദേശത്ത് നിങ്ങൾ എന്നും പാർക്കും. നിങ്ങളെ ആരും പിടിച്ചോണ്ട് പോകുകയില്ല. നിങ്ങളുടെ നഗരം ആരും നശിപ്പിക്കുകയില്ല. നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുകയില്ല. നിങ്ങൾ എന്നും അവിടെ പാർക്കും. അടുത്ത വാക്യം കൂടെ, 6-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല, നിങ്ങളെ ആരും പിടിച്ചോണ്ട് പോകുകയില്ല. ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു ജനത്തോട് പറയാനുള്ളത്? എത്രയോ ഭയങ്കരമായ കാര്യമാണ്. 7-ാം വാക്യം പറയുന്നത്, എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പാൻ തക്കവണ്ണം എന്റെ വാക്ക് കേൾക്കാതിരുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് 9-ാം വാക്യം, കേൾക്കായിക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും വരുത്തും. താഴോട്ട് വായിക്കുമ്പോൾ 11-ാം വാക്യത്തിൽ, ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും. അപ്പോൾ വിശദമായിട്ട് പറയാണ്,
നിങ്ങൾ എന്തുകൊണ്ടാണ് ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത്? 70 സംവത്സരം എന്തുകൊണ്ടാണ് അടിമത്തം അനുഭവിക്കേണ്ടി വരുന്നത്? അതിന്റെ കാരണം നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ട് എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. 29 യെരമ്യാ തന്നെ 29-ന്റെ 19-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം നോക്കി. ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. 19 അവരെന്ന് പറയുന്നത് എൻ്റെ ദാസന്മാരെയാണ്. ഞാൻ ഇടവിടാതെ എൻ്റെ ദാസന്മാരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. അപ്പൊ ഇത്രയും വാക്യം നമ്മൾ വായിച്ചത്, ഇനിയും വാക്യങ്ങൾ കാണാൻ ഇഷ്ടം പോലെ. ഒരു കാര്യവും തെളിയിക്കാനാണ്. ദൈവശിക്ഷ എന്ന് പറയുന്നത് പൊടുന്നനവൻ ഒരു ചൂട് കയറി, ഒരു ദേഷ്യം കയറി ദൈവം പെട്ടെന്നെല്ലാം അടിച്ചു തകർക്കുന്നവനല്ല. മനുഷ്യരിൽ പകരം അല്ലേ, ഒരു ദേഷ്യം വന്ന പാത്രമൊക്കെ വലിച്ചെറിയും. ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല. God gives time to repent. അനുദപിക്കാൻ സമയം കൊടുക്കുന്നവനാണ്. അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിലെ കഷ്ടങ്ങളുടെ വിവരണം നമ്മൾ വായിക്കുമ്പോൾ എത്ര വലിയ കഷ്ടത്തിലാണ് അവർ അകപ്പെട്ടത്. നമ്മൾ നേരത്തെ വായിച്ചു, അവർ സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നേണ്ട ഗതികേട് ഇവർ വന്നു. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ദൈവം ഇത് ഭയങ്കരമാണല്ലോ ദൈവത്തിന് ചെയ്ത് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അത് മാത്രം ചിന്തിച്ചാൽ പോരാ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അതിന് വാക്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. 145-ന്റെ 17-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. Psalm 145 verse 17. 145-ന്റെ 17-ാമത്തെ വാക്യം. സങ്കീർത്തനം 145:17. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുമാകും. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനാണ്. God is righteous in all his ways. ദൈവത്തിന്റെ സകല വഴികളിലും ദൈവം നീതിമാനാണ്. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണം. അത് നല്ലൊരു വാക്യമാണ്. ദാനിയേലിന്റെ പ്രവചനം 4-ാം അധ്യായം 37-ാം വാക്യം. ദാനിയേൽ 4-ന്റെ 37-ാമത്തെ വാക്യം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് എന്നുള്ളതിന് ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. 4-ന്റെ 37. ഡാനിയേൽ 4:37. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും അവന്റെ വഴികളൊക്കെ ന്യായമാണ്. അൺജസ്റ്റായിട്ട്, നീതികേടായിട്ട് ദൈവം ഒരിക്കലും ഒരു കാര്യവും ചെയ്യുകയില്ല. ചിലരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ചില വാക്യങ്ങൾ ഞാൻ പറയാം, പിന്നെ നിങ്ങൾ പഠനത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് വായിക്കണം. സങ്കീർത്തനം 9-ന്റെ 4-8 വാക്യങ്ങൾ. Psalm number 9 verses 4 and 8. 4-8 വാക്യങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. സങ്കീർത്തനം 96-ന്റെ 10-13 വാക്യങ്ങൾ. Psalm 96 verses 10 and 13. 10-13 വാക്യങ്ങൾ. യെരമ്യ 11-ന്റെ 20. ജെറമായ 11 verse 20. 11-ന്റെ 20. യെരമ്യ 11-ന്റെ 20. നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൂടെ 2 വാക്യം വായിച്ചിട്ട് ആ ഭാഗം നമുക്ക് വിടാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നോക്കി. വെളിപ്പാട് പുസ്തകം Revelation 2:21. വെളിപ്പാട് പുസ്തകം 2-ന്റെ 21-ാമത്തെ വാക്യം. ഇവിടെ ഇസബേൽ എന്ന തെറ്റിച്ചു കളയുന്ന ആ സ്ത്രീയെ, ദൈവത്തിന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുന്ന ഇസബേലിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദൈവം മാനസാന്തരപ്പെടുവാൻ സമയം കൊടുക്കുന്നവനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ദൈവം നമുക്ക് സമയം തന്നിട്ടുണ്ട്. അതും നിരസിച്ചു പോകുമ്പോഴാണ് കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത്. ഞാനൊരു കാര്യം പലപ്പോഴും ഓർത്തിട്ടുണ്ട്. നാം പൊടുന്നനവേ ബൈ മിസ്റ്റേക്ക്, എതിർച്ചയാ ഏതെങ്കിലും ഒരു പാപത്തിലൊന്ന് വീണ് പോയെന്ന് വിചാരിക്കുക, കാല് തെറ്റി വീഴുന്ന പോലെ. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ മുടിഞ്ഞുപോയി എന്ന് ഒരിക്കലും വരികയില്ല. എല്ലാവർക്കും അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഞാൻ മനുഷ്യനാണ്,
തെറ്റൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ബലഹീന നിമിഷത്തിൽ ഒരു തെറ്റിലങ്ങ് അകപ്പെട്ടു പോയി. അതുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചുപോയി. അങ്ങനെ വരാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ദോഷം ഭവിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. എന്താ കഥ? അത് നാട്ടുകാർക്ക് അറിയാൻ പാടില്ല കഥ, ദൈവത്തിനും എനിക്ക് മാത്രമേ അറിയാവൂ. എന്താ കഥ? അനേക വട്ടം ദൈവം ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ദൈവത്തിന്റെ ആത്മാവ് അനേക വട്ടം ബോധം വരുത്തിയതാണ്. എന്നിട്ടും കേൾക്കാതെ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അത് നിരസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനായ ഞാൻ അബദ്ധവശാൽ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി, എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചുപോയി എന്ന് ആരും വിലപിക്കേണ്ടതായിട്ട് വരത്തില്ല. നമ്മൾ തെറ്റിൽ അകപ്പെടരുത്. എന്നാൽ സമയം തന്നിട്ടും അത് പ്രയോജനപ്പെടുത്താതെ പോകുന്നത്, സംസാരിച്ചിട്ടും അത് നിരസിക്കുന്നത് ദോഷകരമായ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം തന്നെ 19:2 ഒന്ന് വായിക്കാം. Revelation chapter 19 and verse 2. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. ഒരു വാക്കും കൂടെ, 16:5. Revelation 16 verse 5. 16:5 വാക്യം. ന്യായം വിധിച്ചത് കൊണ്ട് നീ നീതിമാനാകുന്നു. എത്ര വാക്യങ്ങളാ! ഇനി ഇഷ്ടം പോലെ വാക്യമുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരല്ലോ. എന്നാൽ ഇങ്ങനെ പറഞ്ഞ ആ പോയിന്റ് ഞാൻ വിടുക. എന്താണ്? ദൈവത്തിന്റെ സകല പ്രവൃത്തികളിലും ദൈവം നീതിമാനാണ്. നമുക്കത് മനസ്സിലായാലും കൊള്ളാം, മനസ്സിലായില്ലെങ്കിലും കൊള്ളാം. ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് നമുക്കെന്നും ഈ ദൈവത്തിൽ ആശ്രയിക്കാം, എന്നും അവനിൽ ശരണപ്പെടാം. അബദ്ധവശാൽ എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചുപോയി എന്ന് ഒരിക്കലും വരികയില്ല. ദൈവം സമയം കൊടുക്കും ശിക്ഷയ്ക്ക്. ദൈവം നീതിയോടുകൂടെ ശിക്ഷിക്കുകയുള്ളൂ. ആട്ടെ, ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുന്ന ഒരു കാര്യം, ദൈവം ബാബേൽ അവരെ ശിക്ഷിക്കാൻ അനുവദിച്ചു എന്നല്ല പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ദൈവം തന്നെ ശിക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാനാ ശിക്ഷിച്ചത്, ബാബേൽ ശിക്ഷിച്ചല്ല, നെബൂഖദ്നേസർ അല്ല നിങ്ങളെ ശിക്ഷിച്ചത്, ഞാനാ. ശിക്ഷയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. എങ്ങനെയാണ് ദൈവം ശിക്ഷിച്ചതെന്ന് പറയുന്ന അനേക വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഈ യിരെമ്യാ പ്രവചനം വായിച്ചാൽ ബാബേലിനെ കുറിച്ച്, ബാബിലോൺ എന്നുള്ള പേര് 164 പ്രാവശ്യം യിരെമ്യാ പ്രവചനത്തിൽ വരുന്നുണ്ട്. ബാബിലോൺ എന്നുള്ള പേര് 164 പ്രാവശ്യം യിരെമ്യാ പ്രവചനത്തിൽ വരുന്നുണ്ട്. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒറ്റ പ്രാവശ്യം പോലും വരുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം മുഴുവൻ ബാബിലോണിനെ കുറിച്ചാണ്, ബാബിലോൺ ചെയ്തതിനെ കുറിച്ചാണ്. പക്ഷേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ബാബിലോണെന്നോ നെബൂഖദ്നേസറെന്നോ ഒരു വാക്കില്ല. എന്നാൽ യിരെമ്യാവിന്റെ പ്രവചനത്തിൽ 164 പ്രാവശ്യം ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. അതെന്താ നമ്മെ ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? ശിക്ഷയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുക. യെസ്, ഐ എം ദ വൺ, ഞാനാ ശിക്ഷിക്കുന്നത്. ദൈവം ശത്രുവിനെ പോലെ അവരോട് ഏർപ്പെട്ടു. 2-ാം അധ്യായത്തിന്റെ വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ വരാം. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിയേ. ലാമെന്റേഷൻസ് ചാപ്റ്റർ 2 verse 5. ദൈവം ശത്രുവെ പോലെ ഇടപെട്ട കാര്യം അവിടെ ഉണ്ട്. കർത്താവ് ശത്രുവെ പോലെയായി ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞു. ബാബിലോൺ ഇസ്രായേലിനെ മുടിച്ചു കളഞ്ഞെന്നല്ല. ആരാ മുടിച്ചു കളഞ്ഞേ? കർത്താവ് പറയാ, ഞാനല്ല, അത് ബാബിലോണല്ല. ശിക്ഷിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? എനിക്കാ. ബാബിലോണിലല്ല, നെബൂഖദ്നേസറിനല്ല, ഞാനാ ശിക്ഷിച്ചത്. ശിക്ഷ ദൈവം നേരിട്ട് നടത്തുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 14 15 ഒന്ന് വായിക്കാം. ജെറമയ 30, 14 and 15. 14 15.
ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെ അടിച്ചു. വായിച്ചോട്ടെ. 15. ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്. ഈ വാക്യങ്ങൾ വായിക്കുന്ന ഒരു കാര്യം തെളിയിക്കാനാ. എന്ത് തെളിയിക്കാനാ? ബാബേൽ ഇവരെ വളരെ കഷ്ടത്തിലാക്കിയെന്നല്ല പറയുന്നത്. ബാബേലായിരുന്നു അതിന് മുഖാന്തരം എന്നുള്ളത് ശരിയാണെങ്കിലും പറയുന്നിടത്തെല്ലാം ദൈവം പറയുന്നത് ഞാനാ അടിച്ചത്, ഞാൻ ശത്രുവെ പോലെ പെരുമാറി, ഞാനാണ് അവരെ ശിക്ഷിച്ചത്. ശിക്ഷയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് തന്നെ ഒന്ന് പോകാം. ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന വാക്യങ്ങൾ, ചില വാക്യങ്ങൾ നോക്കാം. അതിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് തുടങ്ങാം. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ 1 മുതൽ നമുക്ക് തുടങ്ങാം. 1-ാം അധ്യായം മുതൽ തുടങ്ങാം. ആദ്യം അതിന്റെ 5-ാം വാക്യം വായിച്ചേ. Lamentations chapter 1 and verse 5. ആരാ സങ്കടം വരുത്തിയ? യഹോവ അവൾക്ക് സങ്കടം വരുത്തി. ബാബിലോൺ സങ്കടം വരുത്തി എന്നല്ല, യഹോവ അവൾക്ക് സങ്കടം വരുത്തി. 14-ാം വാക്യം, 14 അധ്യായത്തിന് തന്നെ. കർത്താവ് എന്നെ ഏൽപ്പിച്ചു. എനിക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു. ഇനി 15-ാം വാക്യം കൂടെ, അടുത്ത വാക്യം. കർത്താവ് നിരസിച്ചു കളഞ്ഞു. അവൻ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി. ഇവിടെ ഉത്സവയോഗം വിളിച്ചുകൂട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ അസംബ്ലി, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടതിനായിട്ട് ഒരു കൂട്ടത്തെ വിളിച്ചുകൂട്ടി എന്നുള്ള ആശയമാണ് ഉത്സവയോഗം വിളിച്ചുകൂട്ടി എന്നുള്ളതിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. അടുത്ത വാചകം. കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞു. 1-ാം അധ്യായത്തിലപ്പോ എത്ര പ്രാവശ്യം അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി 2-ാം അധ്യായത്തിലേക്ക് വന്നേ. അതിന്റെ 1-ാം വാക്യം, 2-ാം അധ്യായം. അടുത്ത വാചകം. യഹോവ മേഘം കൊണ്ട് മറച്ചു, അവൻ മഹത്വം ഭൂമിയിലിട്ട് കളഞ്ഞു, അവൻ തന്റെ പാദപീഠത്തെ ഓർത്തതുമില്ല. ഇനി 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ ക്രോധത്തിൽ അവൻ യഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ യഹൂദാപുത്രിയുടെ കോട്ടകളെ ഇടിച്ച് കളഞ്ഞിരിക്കുന്നു. 3-ാം അധ്യായം, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ചാപ്റ്റർ 3 വേഴ്സ് 2. വിലാപങ്ങൾ 3-ന്റെ 2-ാം വാക്യം. അവൻ തന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. ദൈവം കൈ തിരിക്കുന്നു. ഇനി അതിന്റെ 43-ാം വാക്യം നോക്കിയേ. 43. നീ കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. 44-ാം വാക്യം. നീ മേഘം കൊണ്ട് മറച്ചു. അടുത്ത വാക്യം. നീ ഞങ്ങളെ ചവറും എച്ചിലും ആക്കിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ചാപ്റ്റർ 4 വേഴ്സ് 16. 4-ന്റെ 16. യഹോവയുടെ നോട്ടം അവരെ ചതറിച്ചു. എന്തിനാ ഇത്രയും വാക്യം വായിച്ചത്? ദൈവം നേരിട്ട് ശിക്ഷിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ദൈവം സമയം കൊടുക്കും, ദൈവം അവരോട് സംസാരിക്കും, അനുദപിക്കാൻ അവസരം കൊടുക്കും. എന്നിട്ടും കേട്ടില്ലെങ്കിൽ ദൈവം ശിക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലൊക്കെ ആവർത്തിച്ച് ദൈവം ശിക്ഷിച്ചതായിട്ട് പറയുക. ഞാൻ മുമ്പേ പറഞ്ഞു, ബാബിലോൺ എന്നൊരു വാക്കുപോലും വിലാപങ്ങളുടെ പുസ്തകത്തിലില്ല. ബാബിലോൺ എന്ന് ഒരു വാക്കുപോലുമില്ല. എന്നാൽ യെരമ്യാ പ്രവചനത്തിൽ അനേക പ്രാവശ്യം ബാബിലോൺ എന്നുള്ള വാക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്.
അത് സൂചിപ്പിക്കുന്നത് ദൈവം തന്നെയാണ് ശിക്ഷിച്ചത് എന്നുള്ളതാണ്. യെരമ്യാ പ്രവചനം 25:9 വാക്യം നോക്കാം. യെരമ്യാ 25:9 വാക്യം. യെരമ്യാ അവിടെ നെബൂഖദ്നേസറിനെ വിളിച്ചിരിക്കുന്ന പേരെന്താ? നെബൂഖദ്നേസർ ആരാന്നാ ദൈവം പറയുന്നത്? എന്റെ ദാസൻ. നെബൂഖദ്നേസർ ദൈവത്തിന്റെ ദാസനാണോ? ആണോ? നെബൂഖദ്നേസർ ഒന്നാമത് യഹൂദനല്ല, ജാതീയ രാജാവാണ്. അവിടെ നെബൂഖദ്നേസറിനെ വിളിച്ചിരിക്കുന്നത് എന്റെ ദാസനായ നെബൂഖദ്നേസർ. ഇനി 27:6 നോക്കിക്കേ. യെരമ്യാ പ്രവചനം 27:6. ഞാൻ ഈ ദേശങ്ങളെ ബാബേൽ എന്റെ ദാസനായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. നെബൂഖദ്നേസർ ദൈവത്തിന്റെ ദാസനാണോ? നെബൂഖദ്നേസർ ദൈവത്തിന്റെ ദാസനല്ല, നമുക്കറിയാം. പക്ഷേ ദൈവത്തിന്റെ ശിക്ഷ നടപ്പാക്കുവാനുള്ള ഉപകരണം എന്ന നിലയ്ക്കാണ് നെബൂഖദ്നേസറിനെ ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിച്ചിരിക്കുന്നത്. നേരിട്ട് നെബൂഖദ്നേസർ ദൈവദാസനല്ല, എന്നാൽ ദൈവത്തിന്റെ ശിക്ഷ നടപ്പാക്കുവാനുള്ള ഒരു ഉപകരണമായി ദൈവം നെബൂഖദ്നേസറിനെ ഉപയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാര്യപരിപാടി നിറവേറ്റുവാൻ ദൈവം അവിശ്വാസികളെയും ഉപയോഗിക്കും. അവര് ഭക്തരായതുകൊണ്ടല്ല, അവര് ദൈവത്തെ വിളിക്കുന്നതുകൊണ്ടല്ല. ദൈവത്തിന്റെ സോവറിനിറ്റിയിൽ, സർവസ്വതന്ത്ര ആധിപത്യത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടി നിറവേറ്റുവാൻ അവിശ്വാസികളെയും രാജാക്കന്മാരെയും മറ്റുള്ളവരെയൊക്കെ ദൈവം ഉപയോഗിച്ചെന്ന് വരും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇവിടെ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ദാസനായ നെബൂഖദ്നേസർ, ഈ ദൈവത്തിൻ്റെ ദാസനായ നെബൂഖദ്നേസർ വഴി ഈ ശിക്ഷ ദൈവം നടപ്പാക്കിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു യെരുശലേമിൽ, അല്ലെങ്കിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം, അതൊന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെ സംഭവിച്ചു? 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ജനപൂർണ്ണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യ ഇല്ലാതായി. അത് കൂടുതൽ വിവരിക്കുന്നില്ല, പോയിന്റുകൾ ഞാൻ പറഞ്ഞു പോകാം. ദൈവം ശിക്ഷിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യ കുറഞ്ഞു. ഇനി ആ വാക്യത്തിൽ തന്നെ ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരത്തിയായതെങ്ങനെ? പൊസിഷൻ ചേഞ്ച്, അവളുടെ സ്ഥാനത്തിന് വ്യത്യാസം വന്നു. നേരത്തെ മഹതിയായിരുന്നു, ഇപ്പോൾ വിധവയായി. നേരത്തെ നായികയായിരുന്നു, ഇപ്പോൾ ഊഴിയ വേലക്കാരിയായി. ഇനി 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 1-ന്റെ 10-ാമത്തെ വാക്യം. മനോഹര വസ്തുക്കൾ, വിലപിടിപ്പുള്ള ദേവാലയത്തിലെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഇവരെ കൈവശപ്പെടുത്തി കൊണ്ടുപോയി. യെരമ്യാ പ്രവചനം 20:5 ഇതോടൊന്ന് ചേർത്ത് വായിക്കുന്ന നല്ലതാണ്. യെരമ്യാ പ്രവചനം 20:5 വാക്യം. 20:5 വാക്യം. അത് വിശദീകരിക്കണമല്ലോ. ദൈവം പറയാണ്, ഈ സകല വിലയേറിയ സാധനങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. That means they lost their possessions. അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഇനി ആ വാക്യത്തിൽ തന്നെ 10-ാം വാക്യത്തിൽ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ദൈവം നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ വിശുദ്ധ മന്ദിരത്തിൽ കടന്നു. ജാതികൾ വിശുദ്ധ മന്ദിരത്തിൽ കടക്കാൻ പാടില്ല, അവര് വിശുദ്ധ മന്ദിരത്തിൽ കടന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ദേവാലയം അശുദ്ധമായി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടെമ്പിൾ ഡെസിക്രേറ്റഡ്. ദേവാലയം അശുദ്ധമായി തീർന്നു. ദേവാലയം അശുദ്ധമായി. ഇനി 11-ാം വാക്യം. 11-ാം വാക്യത്തിൽ അവൾ
ആഹാരം തരയുന്നു. അപ്പോ നമുക്ക് എന്ത് പറയാം? പ്രൊവിഷൻസ് ഫിനിഷ്ഡ്. എല്ലാ പ്രൊവിഷനും, ആഹാരവും അതോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം അവസാനിച്ചു. ഇനി 1:6 വാക്യം, സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ട് പോയി. ഗ്ലോറി ഡിപ്പാർട്ടഡ്. അപ്പൊ ഞാനത് ഒന്നുകൂടെ പറയാം. പറഞ്ഞ കാര്യങ്ങൾ, ദൈവത്തിന്റെ ശിക്ഷ വന്നപ്പോൾ യെരുശലേമിൽ അല്ലെങ്കിൽ യഹൂദയിൽ എന്തെല്ലാം സംഭവിച്ചു? 1:1 പോപ്പുലേഷൻ ചേഞ്ച്, ജനസംഖ്യ ഇല്ലാതായി. 2 ആ വാക്യം തന്നെ പൊസിഷൻ ചേഞ്ച്, അവരുടെ സ്ഥാനത്തിന് ഭ്രംശം വന്നു. മഹതി വിധവയായി തീർന്നു, നായിക ഊഴിയവേലക്കാരിയായി. 1:10 വാക്യത്തിൽ പൊസഷൻസ് ലോസ്റ്റ്, അവരുടെ വിലയേറിയ വസ്തുവകകൾ നഷ്ടപ്പെട്ടു. ആ വാക്യത്തിൽ തന്നെ ടെമ്പിൾ ഡെസിക്രേറ്റഡ്, ദേവാലയം അശുദ്ധമാക്കപ്പെട്ടു, ജാതികൾ അതിനകത്ത് കിടന്ന് അശുദ്ധമാക്കപ്പെട്ടു. 1:11 പ്രൊവിഷൻസ് ഫിനിഷ്ഡ്, എല്ലാ ആഹാര സാധനവും തീർന്നു. 1:6 വാക്യം ഗ്ലോറി ഡിപ്പാർട്ടഡ്, മഹത്വം പോയി. അപ്പോ ദൈവത്തിന്റെ ശിക്ഷ വന്നപ്പോൾ എന്തൊക്കെ കാര്യമാണ് ഇവിടെ നടന്നത് എന്ന് ഉള്ളതിന്റെ ചെറിയൊരു വിവരണമാണ് നമ്മളവിടെ വായിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദേവാലയം തീണ്ടിച്ചു, വസ്തുവകളൊക്കെ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു അത് എത്ര ഭയങ്കരമായ നഷ്ടമാണ് എന്ന് ഞാൻ പറയാമെന്ന്. യെരുശലേം ദേവാലയത്തിന്റെ 45 അടി ഉയരം, 30 അടി വീതി, ഏകദേശ കണക്കാണ്. അതാണ് യെരുശലേം ദേവാലയത്തിന്റെ പ്രധാന ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് കണക്കാക്കിയിരിക്കുന്നത് $11 മില്യൺ. 11 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ $1,10,00,000. $1,10,00,000. രൂപയിൽ പറഞ്ഞാൽ 91,30,00,000 രൂപ. എന്നോട് പറയാം, $11 മില്യൺ എന്ന് പറഞ്ഞാൽ, മില്യൺ എന്നുള്ള കണക്ക് നമുക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. $1,10,00,000. $1,10,00,000 എന്ന് പറഞ്ഞാൽ 91,30,00,000 രൂപയാണ്. ഇതെന്തിന്റെ കണക്കാണ്? ദേവാലയത്തിന്റെ ഏകദേശ കണക്കാണ്. ആ ബിൽഡിങ്ങിന്റെ ഏകദേശ കോസ്റ്റാണ് പറഞ്ഞത്. ഇനി പുരോഹിത വസ്ത്രം, വാദ്യോപകരണങ്ങൾ, പാത്രങ്ങൾ, ആരാധനയ്ക്കായുള്ള ഉപകരണങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനം, അതാണ് വിശുദ്ധ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്. അതും കൂടെ ചേർത്ത് ഇതിന്റെ വില എത്ര കണക്കാക്കിയിരിക്കുന്നത് അറിയാമോ? $174 ബില്യൺ. $174 ബില്യൺ. അത് 174ന്റെ കൂടെ 9 പൂജ്യവും കൂടെ ഇടണം. അത് പറയാൻ നമുക്ക് അറിയാൻ പാടില്ല. 174ന്റെ കൂടെ 9 പൂജ്യം ഇടണം. അത്രയും ബില്യൺ ഡോളറാണ്. ഇനി നമുക്ക് അത് രൂപയിലെന്ന് പറയാൻ നോക്കാം. 14 ലക്ഷം കോടിയാണ് ഇത് രൂപയിൽ. ഏകദേശ കണക്കാണ്. 14 ലക്ഷം കോടി. അതെന്തിന്റെ കണക്കാ? ദേവാലയം, പിന്നെ ദേവാലയത്തിലെ ഉപകരണങ്ങൾ, വിശുദ്ധ പാത്രങ്ങൾ, പുരോഹിതന്റെ വസ്ത്രം, അത് വളരെ വിലപിടിപ്പുള്ളതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി 14 ലക്ഷം കോടി ആണ് ഏകദേശമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇവർ കൊണ്ടുപോയി എന്ന് പറയുന്നത്. അല്ലാതെ പൊന്നിന്റെ ഒരു പാത്രം എടുത്തുകൊണ്ട് പോയി, ഒരു കിണ്ടി എടുത്തുകൊണ്ട് പോയി, അതല്ല ഇവരെടുത്തുകൊണ്ട് പോയെന്ന് പറയും. നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം അതിഭയാനകമായ ഒരു ശിക്ഷയാണ് അവർക്ക് വന്നത്. വലിയ നഷ്ടം നേരിട്ടു. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. ദൈവം ശിക്ഷിക്കുമ്പോൾ വളരെ നാശം എല്ലാ നിലയിലും ഉണ്ടാകും. പക്ഷേ ദൈവം ശിക്ഷിക്കുന്നതിന് മുമ്പ് സമയം കൊടുക്കും, അവസരം കൊടുക്കും. പൊടുന്നനവേ ദൈവം ശിക്ഷിക്കയില്ല. എന്നാൽ അത് കേൾക്കാതെ അനുസരിക്കാതിരുന്നാൽ ഭയാനകമായ ശിക്ഷയായിരിക്കും വരുന്നത്. അതിലൊരു നീതികേടും ദൈവത്തിൽ ആരോപിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം നീതിമാൻ, അവൻ തന്റെ സകല വഴികളിലും നീതിമാൻ. പ്രിയപ്പെട്ടവരെ, യെരുശലേമിന്റെ കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് പോകണ്ട. നമ്മുടെ കാര്യവും നമുക്ക് നോക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യം. ദൈവത്തെ ഭയപ്പെടുക, അവന്റെ വഴികൾ നടക്കുക, അവന്റെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പ്രസംഗങ്ങൾ വഴി, വായിക്കുന്നത് വഴി, കേൾക്കുന്ന വഴി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അനുദപിക്കുക, തന്നെത്താൻ താഴ്ത്തുക, ദൈവം അവസരം തരികയാണെന്ന് ഓർക്കുക.
അത് പ്രയോജനപ്പെടുത്തുക. ഇല്ലെങ്കിൽ ദൈവം വഴിയെടുക്കും. ദൈവം വഴിയെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. അത് ചെറിയൊരു കാര്യമല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. സൂക്ഷ്മതയോടെ, ഭയത്തോടെ ദൈവസന്നിധിയിൽ നേരോടെ ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ ദൈവം അങ്ങനെയുള്ളവരെ കടാക്ഷിക്കും, അവരെ സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും.